നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വീണ്ടും ഭൂചലനം. പുലർച്ചെ 3:56 രണ്ട് ജില്ലകളിലെയും വിവിധ സ്ഥലങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. അഴകം യുവജന സംഘം വായനശാലയുടെയും അഴകം യുവജന സംഘം ഷഷ്ടി കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടത്തി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. ആളൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വീണ്ടും ഭൂചലനം. പുലർച്ചെ 3:56 രണ്ടു ജില്ലകളിലെയും വിവിധ സ്ഥലങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ ഭൂചലനം അനുഭവപ്പെട്ട പ്രദേശങ്ങളിൽ തന്നെയാണ് 24 മണിക്കൂർ തികയും മുൻപേ വീണ്ടും ഭൂചലനമുണ്ടായത്. അതേസമയം തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. തൃശൂർ ജില്ലയിൽ കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, കേച്ചേരി, മേലൂർ, കൈപ്പറമ്പ് മേഖലകളിലാണ് ഞായറാഴ്ച പുലർച്ചെ 3:56 ഭൂചലനം അനുഭവപ്പെട്ടത്. പാലക്കാട് ജില്ലയിലെ തൃത്താല, ആനക്കര, തിരുമിറ്റക്കോട് ഭാഗങ്ങളിലും ഇതേ സമയത്തു തന്നെ ഭൂചലനമുണ്ടായി. 3 മുതൽ 4 സെക്കൻഡ് വരെ ഭൂമികുലുക്കം അനുഭവപ്പെട്ടതായും ഭൂമിക്കടിയിൽ നിന്നും ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടതായും പ്രദേശവാസികൾ പറഞ്ഞു. ശനിയാഴ്ച രാവിലെയുണ്ടായ ഭൂചലനത്തെ തുടർന്ന് കുന്നംകുളം ആർത്താറ്റ് മേഖലയിൽ പ്രകാശൻ എന്നയാളുടെ വീടിന് വിള്ളൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഭൂമികുലുക്കത്തിൽ വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട്. ഭൂചലനത്തെ തുടർന്ന് ജനൽ ചില്ല് ഇളകി വീണതായും വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 8:15 ഇതേ പ്രദേശങ്ങളിൽ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ശനിയാഴ്ച രാവിലെ ഉണ്ടായത്. പാവറട്ടിക്ക് സമീപം വെന്മേനാട് എന്ന സ്ഥലമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും കണ്ടെത്തിയിരുന്നു. ഇനിയും തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാമെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജിയോളജി വകുപ്പ് അധികൃതർ അറിയിച്ചു. അഴകം യുവജന സംഘം വായനശാലയുടെയും അഴകം യുവജന സംഘം ഷഷ്ടി കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും അനുമോദിച്ചു. വായനശാല പ്രസിഡന്റ് K. ബാബുരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഭാ സംഗമം ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CD പോൾസൺ ഉദ്ഘാടനം ചെയ്തു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് കൊടകര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ്, വായനശാല കമ്മിറ്റി അംഗം മരിയ ആൻഡു, V. കുമാരി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ സ്വാഗതവും യുവജന സംഘം പ്രസിഡന്റ് ദാസൻ P. നന്ദിയും രേഖപ്പെടുത്തി. സ്വാഗതം പറഞ്ഞ വായനശാലയുടെ സെക്രട്ടറി PM സുനിൽകുമാർ, ഇന്നത്തെ മുഖ്യ അതിഥി കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന കവി തന്നെയാണ് പ്രകാശൻ ഇഞ്ചക്കുണ്ട്. ഏറ്റവും മികച്ച കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ നമുക്കൊക്കെ തന്നെ വലിയ തോതിൽ ആവേശകരമായി ആ കവിതകൾ ചൊല്ലാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. അതേപോലെ കവിത ചൊല്ലും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരുടെ സമയം ഞായറാഴ്ച ഒരു ദിവസമാണ്. സമയമൊക്കെ കളഞ്ഞുകൊണ്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഈ വിഷയത്തിന്, നിങ്ങളുടെ ഒരു കുതിച്ചുചാട്ടത്തിന് ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഈ പ്രയത്നങ്ങൾക്കൊക്കെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യണം. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് നടത്തിയത്. ഭാരവാഹികളായ K. സഞ്ജീവ് മേനോൻ, P. രാധാകൃഷ്ണൻ, KK വെങ്കടാചലം, അനിൽ വടക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി. ആളൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുമോദന യോഗം ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് AR ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അരുൺ ബാലകൃഷ്ണൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു.
ഡയറക്ടർ EK നന്ദനൻ മാസ്റ്റർ, സെക്രട്ടറി AT ഉണ്ണികൃഷ്ണൻ, EK ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ഇവിടെ തന്നെ ഒരു ആമുഖമായിട്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആളൂർ സർവീസ് സഹകരണ ബാങ്ക് സാധാരണ എല്ലാ വർഷവും ഞങ്ങൾ നമ്മുടെ പഠനത്തിൽ മുന്നിലെത്തിയ ബാങ്കിലെ ഓഹരിയുള്ളവരുടെ മക്കൾക്ക് നമ്മളൊരു അംഗീകാരവും ഒരു ആദരവും സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാഷ് അവാർഡും നൽകാറുണ്ട്. ആ ഒരു പരിപാടിയെ കൊണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഇത് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് മന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തരത്തിൽ കൺട്രോൾ റൂം സജ്ജമാക്കുമെന്നും ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗ് ഉറപ്പാക്കുമെന്നും മന്ത്രി K. രാജൻ. പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മന്നാമംഗലം, മുരിക്കുംപാറ, മരൊട്ടിച്ചാൽ, ചുള്ളിക്കാവ് പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും ഉറപ്പാക്കും. പ്രദേശവാസികളുമായും തദ്ദേശ സ്ഥാപന അധികൃതരുമായും ആശയവിനിമയം നടത്തി. പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും ചില സ്വകാര്യ ഭൂമികളിലും സാധാരണയിലും ഏറെയായി പുല്ലുകളും മറ്റ് ചെടികളും വളർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ 6 ക്യാമറകൾ വ്യത്യസ്ത ആംഗിളിൽ സ്ഥാപിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 1 ക്യാമറ മാത്രമാണ് ഉള്ളത്. മന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിമിതമായ ജീവനക്കാർ മാത്രം ഉള്ളതിനാൽ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് വനം മന്ത്രി ഉറപ്പു നൽകിയതായി മന്ത്രി K. രാജൻ അറിയിച്ചു. സന്ദർശനത്തിൽ പഞ്ചായത്ത് അധികൃതർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അനുഗമിച്ചു. മന്നാമംഗലത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് 24 മണിക്കൂറും സജ്ജമായി പ്രവർത്തിക്കുന്ന വിധത്തിൽ ഒരു കൺട്രോൾ റൂം, ഫോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി എപ്പോഴും ആളുകൾക്ക് സേവനം കിട്ടാവുന്ന വിധത്തിൽ 24 മണിക്കൂറും ആളുണ്ടാകുന്ന വിധത്തിൽ ഒരു റിസപ്ഷൻ പോലെ ഫോൺ എടുക്കാൻ ആളും അതനുസരിച്ചിട്ടുള്ള കൺട്രോൾ റൂമും ഉണ്ടാകണം എന്നാണ് ഒരു കാര്യം തീരുമാനിച്ചത്. 2, ഈ ഒരാഴ്ചക്കാലം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും വരെ രാത്രി പൂർണ്ണമായും ഈ മേഖലയിൽ ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് നിർബന്ധമായിട്ട് വേണം. ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായവും ആ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചു. ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകരയിലെ ഇമ്മാനുവൽ കൃപ അഗതി മന്ദിരം സന്ദർശനം നടത്തി വിദ്യാർത്ഥികൾ. പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അഗതി മന്ദിരം സന്ദർശിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികളും അവിടുത്തെ അന്തേവാസികളും ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ നിന്നും ശേഖരിച്ച് വിവിധ വസ്തുക്കൾ അഗതി മന്ദിരത്തിന് കൈമാറി. പ്രധാനാധ്യാപകൻ R. ശ്രീകുമാർ, PTA പ്രസിഡന്റ് ജിഷ ബാബു എന്നിവർ നേതൃത്വം നൽകി. രക്ഷിതാക്കളായ സീമ ദിവിൻ, ഷിബു, രാഖി, ലക്ഷ്മി, അധ്യാപിക സുജിമോൾ MS എന്നിവർ സന്നിഹിതരായി. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഇരട്ട സ്വർണം നേടിയ മറ്റത്തൂർ തേനീച്ച വളർത്തൽ കൂട്ടായ്മയിലെ അംഗമായ പോൾ ദാസിന് മറ്റത്തൂർ തേനീച്ച വളർത്തൽ കൂട്ടായ്മ സ്വീകരണം നൽകി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം KR ഔസേബ് അധ്യക്ഷത വഹിച്ചു. ശശി ആര്യാടൻ, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, കാസിം, VK ഷൈജു, അജിത തുടങ്ങിയവർ സംസാരിച്ചു. കൂടി പറയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മോഹൻദാസേട്ടന് അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ഫാമിലി സപ്പോർട്ട് എല്ലാം ഒരു നാടിന്റെ മൊത്തം അഭിമാനമായിട്ട് നിൽക്കുന്ന പോളേട്ടന് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള അദ്ദേഹത്തിന്റെ വിജയത്തിന് അദ്ദേഹത്തെ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും കൂട്ടായിട്ടുണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പെൺ കവിത പിന്നിട്ട വഴികൾ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. എഴുത്തുകാരി ഡോക്ടർ G. ഉഷാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. കവി മീരാബെൻ അധ്യക്ഷയായി. ബഹുഭാഷാ കവി ഇമ്മാനുവൽ മെറ്റിൽസ് ആദ്യ പ്രതികരണം നടത്തി. ഷീബ ഗിരീശൻ, CS പ്രദീപ്, ജോയ് ജോസഫ്, ജയപ്രകാശ് ഒളരി, അനീഷ് ഹാറൂൺ റഷീദ്, ജയകുമാരി BS എന്നിവർ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വെട്ടിങ്ങപ്പാടം ഞാറ്റുവെട്ടി ദിനേശിൻ്റെ മകൻ മണികണ്ഠൻ ആണ് മരിച്ചത്. വേലുപ്പാടം സെൻറ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഞായറാഴ്ച രാവിലെ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചപ്പോൾ അനക്കമില്ലാത്തതിനെ തുടർന്ന് വീട്ടുകാർ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തും മുൻപേ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വീണ്ടും ഭൂചലനം. പുലർച്ചെ 3:56-നാണ് 2 ജില്ലകളിലെയും വിവിധ സ്ഥലങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. അഴകം യുവജന സംഘം വായനശാലയുടെയും അഴകം യുവജന സംഘം ഷഷ്ടി കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടത്തി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. ആളൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.